ഹലോ ഗൈസ്, വിഷിങ് എ വെരി ഹാപ്പി ക്രിസ്മസ് ഫോർ എവറി വൺ. ഇത് നമ്മൾ പള്ളിയിൽ പോകുന്ന വ്ളോഗാണ്. അതായത് പാതിരാ കുർബാനയ്ക്ക് 24-ാം തീയതി രാത്രി ആണ് നമ്മൾ കുർബാനയ്ക്ക് പോകുന്നത്. അപ്പോൾ 11:30-ക്കാണ് കുർബാന ഉള്ളത്. ഇനിയാണ് വീഡിയോസ് അങ്ങനെ പൂജ നടക്കുമ്പോൾ നമ്മൾ അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാറില്ല. അങ്ങനെ ഇത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തത്. അപ്പം നമ്മൾ പള്ളിയിലെ കുർബാനയെല്ലാം കഴിഞ്ഞു. ഇനിതാ പ്രദക്ഷിണം വരുവാണ് ഉണ്ണീശോനെ കൊണ്ട്. തിരുപ്പിറവി അറിയിപ്പിച്ചുകൊണ്ട് വരുന്ന ഒരു പ്രദക്ഷിണമാണ്. അത് പള്ളിയുടെ 4 ചുറ്റ് കറങ്ങിയിട്ട് പിന്നെ പള്ളിക്കകത്ത് കൊണ്ടുപോയി പുൽക്കൂടിൽ വെക്കും. അതാണ് സംഭവം. പ്രദക്ഷിണം പള്ളി വഴി കയറി വരുമായിരുന്നു. അങ്ങനെ പള്ളിക്കകത്തൊന്നും കയറാൻ പറ്റിയില്ലായിരുന്നു. അതുപോലെ ആളായിരുന്നു. അതുകൊണ്ട് എനിക്ക് പള്ളിക്കകത്തൊന്നും നമ്മളിങ്ങനെ വിശേഷ ദിവസങ്ങളിൽ പള്ളിക്കകത്തൊന്നും കയറാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് കൂട്ടിൽ കൊണ്ട് ഉണ്ണീശോയെ വയ്ക്കും. ഭയങ്കര ആളായിരുന്നു. കഷ്ടപ്പെട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. പിന്നെ അത് കഴിഞ്ഞ് കേക്ക് കട്ടിങ്. അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞ് ഇത് പുൽക്കൂട് മത്സരം ഉണ്ടായിരുന്നു. 23-ാം തീയതി രാവിലെ ആയിരുന്നു. പക്ഷേ രാവിലെ ആയതുകൊണ്ട് പോകാനൊന്നും പറ്റിയില്ലായിരുന്നു. അപ്പോൾ അതുണ്ടാക്കി വെച്ചേക്കുന്ന പുൽക്കൂടാണ് ഈ കാണുന്നത്. പള്ളിയിലെ പുൽക്കൂട് എടുക്കാൻ പറ്റില്ല. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും മോസ്റ്റ് വെയിറ്റഡ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണ് വരുന്നത്. അതായത് DJ പാർട്ടി. അങ്ങനെ DJ പാർട്ടിക്ക് വേണ്ടി നമ്മളങ്ങനെ വെയിറ്റ് ചെയ്യും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമല്ലോ. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വന്നു. അവളൊന്ന് എന്നെ പിടിച്ച് വലിച്ച്, എനിക്കെല്ലാം പനി പിടിച്ചിരുന്നതുകൊണ്ട് പോകണോ വേണ്ടതെന്ന് മാറി നിൽക്കുമായിരുന്നു. അപ്പോൾ അവൾ എന്നെ പിടിച്ച് വലിച്ചെടുത്തുകൊണ്ട് പോയി ഡാൻസ് ചെയ്യിപ്പിച്ച്. അങ്ങനെ ഞങ്ങൾ പോയി കറങ്ങി ഡാൻസൊക്കെ ചെയ്തിട്ട് വീട്ടിൽ വന്ന് കേക്ക് കട്ട് ചെയ്ത് ഉണ്ണീശോനെ പുൽക്കൂട്ടിൽ വെച്ച് ഒരുമിച്ച് 5-ാമത്തെ തിരി, ലാസ്റ്റ് തിരി കത്തിച്ച്. എന്നിട്ട് നമ്മൾ ക്രിസ്മസ് ആഘോഷിച്ചിട്ട് കേക്ക് കട്ടിങ് ഇപ്പോഴാണ്, എല്ലാം തിരിഞ്ഞുപോയി. അങ്ങനെ കേക്ക് കട്ടിങ് ആയി. വെളുപ്പിലെ 3-3:30 വീടെത്തിയപ്പോൾ. അങ്ങനെ കേക്ക് കട്ടിങ് എല്ലാം അമ്മയാണ് കേക്ക് കട്ട് ചെയ്തത്. കേക്ക് കട്ട് ചെയ്ത് ഞങ്ങളെല്ലാവരും കഴിച്ചു. ഇത് ഞങ്ങളുടെ കുറച്ച് ഫാമിലി മൊമെൻറ്റ്സ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ